ഗൈസ് അങ്ങനെ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് അവരുടെ പരിശീലകനായിട്ടുള്ള ഓവൻ കോയൽ വേർപിരിയുന്നു. കഴിഞ്ഞ രണ്ട് സീസണുകളാണ്, അതായത് രണ്ടാമത്തെ സ്റ്റിൻ്റാണ് ചെന്നൈയിൻ എഫ് സിയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സീസൺ വളരെ മോശം പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലനമായിട്ട് അദ്ദേഹം തുടരുമെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം മാർക്കസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്, അതായത് വേർപിരിയുന്നു ചെന്നൈയിൻ എഫ് സിയുമായിട്ടെന്നുള്ളത്. ലാസ്റ്റ് സീസണിൽ നോക്കുകയാണെങ്കിൽ 11ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്, 13 ടീമുകൾ മാത്രമുള്ള ലീഗിൽ. അതിന് തൊട്ട് മുമ്പത്തെ സീസണിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരുന്നു. പക്ഷേ അതിന് മുന്നോട്ട് സെമി ഫൈനൽസിലോട്ടൊന്നും കയറാനായിട്ട് ചെന്നൈയിൻ എഫ് സിക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം 2020 മുതൽ 22 വരെയുള്ള കാലയളവിൽ ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പടിയിറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു ഷീൽഡ് സ്വന്തമാക്കി കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ളതായിരുന്നു. എന്നാൽ ചെന്നൈയിൻ എഫ് സിയിലൂടെ 2019 ആദ്യം അദ്ദേഹം ഒരു പരിശീലക കുപ്പായത്തിലേക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അന്ന് ചെന്നൈയിൻ എഫ് സി ഒരു പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്നു. അവിടേക്ക് വന്ന് അദ്ദേഹം അവരെ ഫൈനൽ വരെ എത്തിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ അദ്ദേഹം ജംഷഡ്പൂരിൽ ജോയിൻ ചെയ്തു. പിന്നെ രണ്ടാമത്തെ സ്റ്റിൻഡിങ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ലാസ്റ്റ് സീസണിൽ ചെന്നൈയിൻ എഫ് സി വലിയ രീതിയിലുള്ള സ്പെൻഡിങ് പരിപാടി, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ടീമിന് ഗുണകരമായിട്ട് വരുന്ന ഒരു രീതിയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ഡിസാസ്റ്റർ ക്ലാസ് ആയി പോയി അവരുടെ പ്രകടനവും സ്ഥാനവും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇനിയിപ്പോൾ ആരായിരിക്കും ചെന്നൈയിൻ എഫ് സി ഒരു പകരക്കാരനെന്ന ലെവലിൽ കൊണ്ടുവരാമെന്നുള്ളത് നോക്കണം. വലിയ രീതിയിൽ ആരാധകരും പ്രതിഷേധിച്ചിരുന്നു ഓവൻ ഗോയലിനെ മാറ്റണമെന്നുള്ള തരത്തിലൊക്കെ തന്നെ. അപ്പോൾ ഇനി അവർക്ക് എന്താണെങ്കിലും കുറേ നാളുകളായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു ടീമാണ്. അവർക്കൊരു മാറ്റം അനിവാര്യം തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ടീമിനെ ഉടച്ചു വാർക്കുക എന്ന് പറയുന്ന ഫാക്ടർ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായിട്ടും കമ്പോസർ സനിയ.